അപ്പോൾ നമ്മുടെ 3 ചെറിയ ചാപ്റ്ററുകൾ കഴിഞ്ഞു തിയറി. ഇനി അടുത്തത് കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻസ് ഇൻ ടാക്സ് മാനേജ്മെൻറ്റ്. എന്താണ് കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻസ് ഇൻ ടാക്സ് മാനേജ്മെൻറ്റ്? To improve the efficiency and effectiveness of direct tax administration. To improve, modify. To improve the efficiency and effectiveness. അല്ലെങ്കിൽ with a view to improve the efficiency and effectiveness of the tax administration and to create a database on its various aspects. And to create a database on its various aspects, a comprehensive computerization program, CCP, comprehensive computerization program, was approved by the Government of India in October 1993. 1993 ഒക്ടോബറിൽ ഗവൺമെൻറ് എന്ത് ചെയ്തു? ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ടാക്സ് കാൽക്കുലേഷൻസ് അല്ലെങ്കിൽ എന്താ പറയുന്നത് ടാക്സ് മാനേജ്മെൻറ്റിലേക്ക് കമ്പ്യൂട്ടറിൻ്റെ അപ്ലിക്കേഷൻസ് കൊണ്ടുവരികയാണ്. കമ്പ്യൂട്ടറൈസേഷൻ വാസ് ടേക്കൺ അപ്പ് ഓൺ എ 3-tier സിസ്റ്റം. അതായത് എന്താ പറയുന്നത് കമ്പ്യൂട്ടറൈസേഷൻ കൊണ്ടുവന്നത് ഓൺ എ 3-tier സിസ്റ്റം. TIER ടയർ സിസ്റ്റം. നമ്മൾ ഷെയറിലൊക്കെ കണ്ടിട്ട് 3-tier സിസ്റ്റമൊക്കെ അത് ഷെയർ ഇഷ്യൂവിൻ്റെ ഭാഗത്ത് കേട്ടോ. അറ്റ് ദ എപ്പെക്സ് ലെവല് എ നാഷണൽ കമ്പ്യൂട്ടർ സെൻറ്റർ NCC കേട്ടോ. നാഷണൽ കമ്പ്യൂട്ടർ സെൻറ്റർ NCC എന്ന് പറയുമ്പോൾ വേറൊരെണ്ണത്തിൻ്റെ ഫുൾ ഫോം ആട്ടാം, അല്ല വേറൊരെണ്ണത്തിൻ്റെ ഷോർട്ട് ഫോമാണ്. അതൊന്നും അങ്ങനെ തെറ്റിദ്ധരിച്ച് വായിക്കരുത്. നാഷണൽ കമ്പ്യൂട്ടർ സെൻറ്റർ വാസ് എൻവിസേജ്ഡ്. അറ്റ് ദ സെക്കൻഡ് ലെവല് 36 റീജിയണൽ കമ്പ്യൂട്ടർ സെൻറ്റേഴ്സ് RCC regional computer centers were to be established. Third level, computers were to be established in the rooms of all the assessing officers. എല്ലാ അസസിംഗ് ഓഫീസേഴ്സിൻ്റെ റൂമിലേക്കും കമ്പ്യൂട്ടർ സിസ്റ്റം ആൻഡ് കണക്റ്റഡ് വിത്ത് ദ റെസ്പെക്റ്റീവ് അതാത് റെസ്പെക്റ്റീവ് ആയിട്ടുള്ള എന്താ പറയുന്നത് റീജിയണൽ കമ്പ്യൂട്ടർ സെൻറ്ററിലേക്ക് കണക്ട് ചെയ്തിരിക്കുകയാണ്. കണക്റ്റഡ് വിത്ത് ദ റെസ്പെക്റ്റീവ് RCC കേട്ടോ, റീജിയണൽ കമ്പ്യൂട്ടർ സെൻറ്റേഴ്സ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുക. അക്കോർഡിംഗ്ലി ഇൻ ദ ഫസ്റ്റ് ഫേസ് ഡൽഹി, മുംബൈ ആൻഡ് ചെന്നൈ സിറ്റി റീജിയൻസ് were provided with state-of-the-art hardware and software. Computerization of 33 other centers was taken up in the second phase. സെക്കൻഡ് ഫേസിൽ മറ്റ് 33 സെൻറ്ററുകളിൽ കമ്പ്യൂട്ടറൈസ് ചെയ്യാണ്. ദ ഡയറക്ടേഴ്സ് ഓഫ് ഇൻകം ടാക്സ് സിസ്റ്റം DIT, ഈ ഷോർട്ട് ഫോമൊക്കെ ഒന്ന് നോക്കിയിട്ട് വെച്ചോളൂ കേട്ടോ, കുറച്ച് കഴിയുമ്പോൾ എന്നെ വിളിച്ച് ചോദിക്കല്ലേ എന്ന്. ഡയറക്ടർ ഓഫ് ഇൻകം ടാക്സ് സിസ്റ്റംസ് DITS, ന്യൂഡൽഹി വാസ് മെയ്ഡ് ദ നോഡൽ ഏജൻസി ഫോർ overall planning and implementation of the computerization program. At each regional computer center, the Chief Commissioner of Income Tax was required to monitor and coordinate with the Director of Income Tax System. He would be assisted by the CIT, computerization staff, who would monitor the functioning of the RCC. അതായത് ഷോർട്ട് ഫോം വിളിച്ചു വയ്ക്കുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ വിളിച്ചു വയ്ക്കുമ്പോൾ ഞാൻ വേറെ ഏതെങ്കിലും ബോധത്തിലൊക്കെ ആണെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു തരൂട്ടോ. അതുകൊണ്ടാണ് പറഞ്ഞേ ക്ലാസ് കേട്ടിരുന്നോളൂ. ഓക്കെ, ഇനി മെയിൻ ഒബ്ജക്റ്റീവ്സ് ഓഫ് കമ്പ്യൂട്ടറൈസേഷൻ പ്രോഗ്രാം. ടാക്സ് സെക്ഷനിലേക്ക് അല്ലെങ്കിൽ ടാക്സ് അഡ്മിനിസ്ട്രേഷനിലേക്ക് കമ്പ്യൂട്ടറൈസ് ചെയ്യാനുള്ള അല്ലെങ്കിൽ ടാക്സ് അഡ്മിനിസ്ട്രേഷൻ സെക്ഷൻസ് കമ്പ്യൂട്ടറൈസ് ചെയ്യാനുള്ള കമ്പ്യൂട്ടറൈസേഷൻ പ്രോഗ്രാം കൊണ്ടുവരാനുള്ള മെയിനായിട്ടുള്ള ഒബ്ജക്റ്റീവ്സ്. ഫസ്റ്റ് പോയിന്റ് എഫിഷ്യൻസി, അതായത് ഇംപ്രൂവ് എഫിഷ്യൻസി കേട്ടോ. ടൈംലി ഇൻഫോർമേഷൻസ്, അത് എന്താ പറയുന്നത് എൻഷുർ ടൈംലി ഇൻഫോർമേഷൻസ്, ടൈംലി അവൈലബിലിറ്റി ആൻഡ് യൂട്ടിലൈസേഷൻ ഓഫ് ഇൻഫോർമേഷൻ. റെഡ്യൂസ് കംപ്ലയൻസ് ബേർഡൻ, അല്ലേ, കംപ്ലയൻസ് ഹോണസ്റ്റ് ആവാനായിട്ട്, ഹോണസ്റ്റ് ടാക്സ് പേയേഴ്സ്, സത്യസന്ധമായിരിക്കാൻ എല്ലാ ഭാഗങ്ങളും. ഇക്വിറ്റബിൾ ട്രീറ്റ്മെൻറ്റ്,
പിന്നെ ബെറ്റർ എൻഫോഴ്സ്മെൻറ്റ്, റിലയബിൾ ഇൻഫോർമേഷൻ, റിലയബിൾ ആയിട്ടുള്ള ആക്യുറേറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ്, ടൈം സോ ആസ് ടു അസിസ്റ്റ് ദം ഇൻ ദ ടാക്സ് പ്ലാനിങ് ആൻഡ് ലെജിസ്ലേഷൻ, ടാക്സ് പ്ലാനിങ്ങിനും ലെജിസ്ലേഷൻ ആൻഡ് ഓൾസോ ഇൻ ഡിസിഷൻ മേക്കിങ്ങിനൊക്കെയുള്ള റിലയബിൾ ഇൻഫോർമേഷൻസ് പ്രൊവൈഡ് ചെയ്യാം. പിന്നെ ബ്രോഡൻ ടാക്സ് ബേസ്, പിന്നെ റിഡ്യൂസ് കോസ്റ്റ് റിഡ്യൂസ് ചെയ്യാൻ. ഇതൊക്കെയാണ് മെയിൻ ഒബ്ജക്റ്റീവ്സ് ഓഫ് കമ്പ്യൂട്ടറൈസേഷൻ പ്രോഗ്രാം. ഓക്കെ, ത്രൂ കോംപ്രഹെൻസീവ് കമ്പ്യൂട്ടറൈസേഷൻ ഇനീഷ്യേറ്റീവ്സ് the department has enabled end-to-end e-delivery services that inter alia include ഏതൊക്കെയാണ് എന്താ പറയുന്നത് ഇ ഡെലിവറി സർവീസസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇ പേയ്മെൻറ്റ് ഓഫ് ടാക്സ്, ഇ ഫയലിംഗ് ഓഫ് ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ് സ്റ്റേറ്റ്മെൻറ്റ്, ഇ പ്രോസസ്സിംഗ് ഓഫ് TDS സ്റ്റേറ്റ്മെൻറ്റ്, ഇ വ്യൂ ഓഫ് ടാക്സ് ക്രെഡിറ്റ്സ്, e-filing of income tax returns, e-matching of tax credits, e-tracking of processing of income tax returns, e-delivery of refund, e-tracking of refund, online tax accounting system, OLTAS, ഓൺലൈൻ ടാക്സ് അക്കൗണ്ടിങ് സിസ്റ്റം. ഓക്കെ, AST എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസ് ഓൺലൈൻ മെനു ഡ്രൈവൺ ആൻഡ് MENU ഡ്രൈവൺ ആൻഡ് വിൻഡോസ് ബേസ്ഡ് സോഫ്റ്റ്വെയർ, വിൻഡോസ് ബേസ്ഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ കേട്ടോ. ദ ഫോളോയിങ് രജിസ്റ്റേഴ്സ് ഹാവ് ബീൻ കമ്പ്യൂട്ടറൈസ്ഡ് ആൻഡ് മെയ്ഡ് അവൈലബിൾ ഓൺ ASTയിൽ അവൈലബിൾ ആയിട്ടുള്ള രജിസ്റ്ററുകൾ എന്തൊക്കെയാണ്? ഇന്റേണൽ ഓഡിറ്റ് രജിസ്റ്റർ, റവന്യൂ ഓഡിറ്റ് രജിസ്റ്റർ, അപ്പീൽ രജിസ്റ്റർ, രജിസ്റ്റർ ഫോർ റെക്ടിഫിക്കേഷൻ, ഗ്രിവൻസസ് രജിസ്റ്റർ, പെനാലിറ്റി രജിസ്റ്റർ എക്സെട്ര. ഈ രജിസ്റ്ററുകളൊക്കെ ASTയിൽ അവൈലബിൾ ആണ്. The present initiatives of the Income Tax Department have made it possible to comply with the tax obligations without visiting the income tax office and on any time basis. നമുക്ക് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ എല്ലാത്തിനും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഓടിക്കയറി ചെല്ലൊന്നും വേണ്ട. നമുക്ക് എവിടെയാണെങ്കിലും നമുക്ക് സോഫ്റ്റ്വെയറിൽ, അതായത് എന്താ പറയുന്നത്, കമ്പ്യൂട്ടറിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. e-filing of income tax returns. e-filing എങ്ങനെയാണ്? e-filing നിങ്ങൾക്കൊക്കെ ടാക്സ് അടയ്ക്കുന്ന സിറ്റുവേഷനൊക്കെ വരുമ്പോൾ, ടാക്സ് അടയ്ക്കണ സിറ്റുവേഷൻ കേട്ടോ, അതിനാദ്യം പഠിക്കണം, എന്നിട്ട് MCOM നല്ല മാർക്കോടുകൂടി പാസ്സാവണം, എന്നിട്ട് ജോലി കിട്ടണം, എന്നിട്ട് വേണം ടാക്സ് അടയ്ക്കാനായിട്ട്. അപ്പോൾ ഏറ്റവും ആദ്യം എന്താ ചെയ്യേണ്ടത്? നന്നായിട്ട് പഠിക്കുക. അപ്പോൾ പഠിച്ച് ജോലിയൊക്കെ കിട്ടിയെന്ന് വിചാരിക്കാം. അപ്പോൾ നിങ്ങളെങ്ങനെയാണ് നിങ്ങളുടെ ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുക? നിങ്ങൾക്ക് തനിയെ വേണമെങ്കിൽ ചെയ്യാം, മനസ്സിൽ വെച്ചോളൂ കേട്ടോ അതൊക്കെ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. e-filing is the process of electronically filing income tax returns through the internet as known as e-filing. ഇന്റർനെറ്റ് വഴി ടാക്സിൻ്റെ ഫോർമാലിറ്റീസ് ഒക്കെ ശരിയാക്കുക. e-filing is of return is mandatory for എന്തൊക്കെയാണ്? അതിൽ ABCDEFG ഒക്കെ ഉണ്ട് കേട്ടോ. അതിൽ ക്യാപിറ്റൽ ലെറ്റർ A പോയിന്റ്, സബ് പോയിന്റ്. ഇൻ ദ കേസ് ഓഫ് എൻ ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ HUF, ഇൻഡിവിജ്വലോ HUFO ആണെങ്കിൽ, ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലിക്ക് ആണെങ്കിൽ, വെയർ അക്കൗണ്ട്സ് ആർ റിക്വയർഡ് ടു ബി ഓഡിറ്റഡ് അണ്ടർ സെക്ഷൻ, അവരുടെ അക്കൗണ്ടുകളെല്ലാം ഓഡിറ്റ് ചെയ്തിരിക്കണം അണ്ടർ സെക്ഷൻ 44AB. വെയർ A ഈസ് നോട്ട് അപ്ലിക്കബിൾ, A ആപ്ലിക്കബിൾ അല്ലെങ്കിൽ ദ റിട്ടേൺ ഈസ് ഫർണിഷ്ഡ് ഇൻ ITR 3 ഓർ ഇൻ ITR 4. ആദ്യത്തെ കേസ് അല്ലെങ്കിൽ A അല്ലെങ്കിൽ ഓഡിറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ ITR 3 അല്ലെങ്കിൽ ITR 4 ഈ ഫയലിംഗ് നടത്തേണ്ടത്. ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ HUF ബീങ് എ റെസിഡന്റ്, ദാറ്റ് മീൻസ് അതർ ദാൻ നോട്ട് ഓർഡിനറി റെസിഡന്റ്, ആസ് അസറ്റ്സ് ലൊക്കേറ്റഡ് ഔട്ട്സൈഡ് ഇന്ത്യ. ആ വ്യക്തിക്ക് ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി, റെസിഡന്റ് ആയിട്ടുള്ള വ്യക്തികൾ, റെസിഡന്റ് ഇൻ ഇന്ത്യ കേട്ടോ, റെസിഡന്റ് ആണെങ്കിൽ അവരുടെ ഏതെങ്കിലും അസറ്റ്, അവർക്ക് അസറ്റുകൾ ഔട്ട്സൈഡ് ഇന്ത്യ, ലൊക്കേറ്റഡ് ഔട്ട്സൈഡ് ഇന്ത്യ
ഓർ ഇൻകം ഫ്രം എനി സോഴ്സ് ഔട്ട്സൈഡ് ഇന്ത്യ, ഇന്ത്യയുടെ പുറത്ത് നിന്ന് ഇൻകം വരുന്നുണ്ടെങ്കിൽ അവരെന്താ പറയുന്നത് ഈ ഇതിലായിരിക്കണം, അതായത് ITR 3 അതിലേക്ക് ആയിരിക്കണം അപ്ലൈ ചെയ്യേണ്ടത്. എനി റിലീഫ് ഇൻ റെസ്പെക്ട് ഓഫ് ടാക്സ് പെയ്ഡ് ഔട്ട്സൈഡ് ഇന്ത്യ, ഇനി ഔട്ട്സൈഡ് ഇന്ത്യയിലാണ് ടാക്സ് പേയ്മെന്റ് അവർക്കൊക്കെ ഒരു നല്ല ഇനി റിലീഫാണ്. എന്താണ്? ഏത് സെക്ഷൻ 90 ഓർ സെക്ഷൻ 90A ഓർ 91 ആ സെക്ഷനിൽ നമുക്ക് എന്ത് ചെയ്യാം? റിട്ടേൺ ഫയൽ ചെയ്യാം. ആ സെക്ഷൻ പ്രകാരം വേറെ അസസി ഈസ് റിക്വയർഡ് ടു ഫർണിഷ് എൻ ഓഡിറ്റ് റിപ്പോർട്ട്, അസസിക്ക് വേണമെങ്കിൽ ഓഡിറ്റ് റിപ്പോർട്ട് ഫർണിഷ് ചെയ്യാം, വിരോധമില്ല കേട്ടോ. ടോട്ടൽ ഇൻകം എക്സീഡ്സ് 5 ലക്ഷം 5 lakh rupees ഓർ എനി റീഫണ്ട് ഈസ് ക്ലെയിംഡ്. ഇനി 5 lakh rupeesനേക്കാൾ എന്താ പറയുന്നത് ടോട്ടൽ ഇൻകം എക്സീഡ്സ് 5 ലക്ഷത്തിനേക്കാൾ കൂടുതലാണെങ്കിൽ ഇപ്പോഴത്തെ കണ്ടീഷൻ അനുസരിച്ച് 5 lakh വരെ ടാക്സ് പേ ചെയ്യണ്ട. പക്ഷെ നമ്മൾ ടാക്സ് സ്ലാബ് വെച്ച് ചെയ്യുമ്പോൾ 2,50,000 നില്ല്, പിന്നെ 2,50,000 5%, ഇത് 12,500 വരുന്നുണ്ട്. പക്ഷേ നമ്മളുടെ ടോട്ടൽ ഇൻകം 5 lakhsനേക്കാൾ കുറവാണെങ്കിൽ നമുക്ക് 12,500 12,500 ടാക്സ് റിബേറ്റ് ഉണ്ട്. അതുകൊണ്ടാണ് 5 lakh വരെ നില്ലെന്ന് പറയണത് കേട്ടോ, റിബേറ്റ് കിട്ടും. പിന്നെ പോയിന്റ് സി കേട്ടോ, ഇൻ കേസസ് കവേർഡ് ബൈ എയിൽ പറഞ്ഞിരിക്കുന്ന കേസിൽ എ കവർ ചെയ്തിരിക്കുന്നതാണെങ്കിൽ ദ റിട്ടേൺ ഈസ് റിക്വയർഡ് ടു ബി ഫയൽഡ് അണ്ടർ ഡിജിറ്റൽ സിഗ്നേച്ചർ സർട്ടിഫിക്കറ്റ് കേട്ടോ. DSC ഡിജിറ്റൽ സിഗ്നേച്ചർ സർട്ടിഫിക്കറ്റ്. ഇൻ കേസ് കവേർഡ് ബൈ ബി സെക്ഷനിലാണെങ്കിൽ ദ റിട്ടേൺ ഈസ് റിക്വയർഡ് ടു ബി ഫയൽഡ് യൂസിങ് എനി വൺ ഓഫ് ദി 3 മാനേഴ്സ്. ഇനി ബിയിൽ പെടുന്നതാണെങ്കിൽ താഴെ പറയുന്ന 3 മാനറുകൾ ഉപയോഗിക്കാം. ഡിജിറ്റൽ സിഗ്നേച്ചർ സർട്ടിഫിക്കറ്റ്സ്, അല്ലെങ്കിൽ ഇലക്ട്രോണിക് വെരിഫിക്കേഷൻ കോഡ്, അല്ലെങ്കിൽ തേർഡ് വൺ വെരിഫിക്കേഷൻ ഓഫ് ദി റിട്ടേൺ ഇൻ ഫോം ITR 5 ITR 5 കേട്ടോ. 5 എന്ന് പറയുന്നത് റോമൻ ലെറ്റർ 5 ആണ് കേട്ടോ. ഇനി ബി ഞാൻ പറഞ്ഞിരുന്നല്ലോ, ABCDEF എന്നൊക്കെ പറഞ്ഞിരുന്നില്ലേ, പാട്ട് പാടിയിരുന്നില്ലേ, അതിൽ ബി ക്യാപിറ്റൽ ബി രണ്ടാമത്തെ പോയിന്റ് കേട്ടോ. ഇൻ ഓൾ കേസസ് ഓഫ് കമ്പനികളൊക്കെ ആണെങ്കിൽ, നേരത്തെ ഞാൻ പറഞ്ഞത് ഇൻഡിവിജ്വലും ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലിയാണ്. ഇനി ഇൻ ഓൾ കേസസ് ഓഫ് കമ്പനി ദ റിട്ടേൺ ഈസ് റിക്വയർഡ് ടു ബി ഫയൽഡ് അണ്ടർ ഡിജിറ്റൽ സിഗ്നേച്ചർ സർട്ടിഫിക്കറ്റ്. സി capital C. In the case of a person required to file ITR 7 for a political party, the return is to be filed under digital signature certificate. In the case of other ITR 7, the return is to be filed using 3 method ഉപയോഗിക്കാം. ഡിജിറ്റൽ സിഗ്നേച്ചർ സർട്ടിഫിക്കറ്റ് വേണമെങ്കിൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഇലക്ട്രോണിക് വെരിഫിക്കേഷൻ കോഡിൽ ഉപയോഗിക്കാം, അത് ഉപയോഗിക്കാം, അല്ലെങ്കിൽ എന്താ വന്നാൽ പറയണത് ITR 5 എടുക്കാം. In the case of firm or limited liability partnership LLP കേട്ടിട്ടുണ്ടല്ലോ, അതാണെങ്കിൽ അതിൽ സബ് പോയിന്റ് 2 എണ്ണം ഓഡിറ്റ് അണ്ടർ 44AB വെച്ച് എന്താ പറയുന്നത് ഓഡിറ്റ് ചെയ്തിരിക്കണം അക്കൗണ്ടുകൾ. റിട്ടേൺ അണ്ടർ DSC ആണ്, ഡിജിറ്റൽ സിഗ്നേച്ചർ സർട്ടിഫിക്കറ്റിൽ. അതർ കേസൊക്കെ ആണെങ്കിൽ റിട്ടേൺ ടു ബി ഫയൽഡ് യൂസിങ്, വേറെ കേസുകളൊക്കെ ആണെങ്കിൽ DSCയോ EVCയോ ITR 5ഓ യൂസ് ചെയ്യാം. അതിൽ റിട്ടേൺ ഫയൽ ചെയ്യാം കേട്ടോ. നമുക്കത് ഇങ്ങനെയുള്ള സെക്ഷനിലൊക്കെ കയറിയിട്ട് റിട്ടേൺ ഫയൽ ചെയ്യാം. ഇനി എ കമ്പനി ആൻഡ് എൻ അസസി ബീയിങ് ഇൻഡിവിജ്വൽ ഓർ HUF who is liable to audit under section 44AB are required to furnish form BB റിട്ടേൺ ഓഫ് നെറ്റ് വെൽത്ത് ഇലക്ട്രോണിക്കലി യൂസിങ് DSC. അതും DSC യൂസ് ചെയ്യാം, പക്ഷെ എന്താ പറയുന്നത് റിട്ടേൺ ഓഫ് നെറ്റ് വെൽത്ത് അതായിരിക്കണം കാണിക്കേണ്ടത് കേട്ടോ. അതാണ് റിക്വയർഡ് ടു ഫർണിഷ്. ഇനി ഇൻഫോർമേഷൻ ടു ബി ഫർണിഷ്ഡ് ഫോർ പേയ്മെന്റ് ചാർജബിൾ ടു ടാക്സ് ടു എ നോൺ റെസിഡന്റ് നോട്ട് ബീയിങ് എ കമ്പനി ടു എ ഫോറിൻ കമ്പനി, ഇവരൊക്കെ ആണെങ്കിൽ ഇൻഫോം 15CA ആ ഫോമിലായിരിക്കണം റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത്. ഇനി അപ്പീൽ പോയിന്റ് G, അപ്പീൽ ടു ദ കമ്മീഷണർ. കമ്മീഷണർക്ക് അപ്പീൽ കൊടുക്കാനാണെങ്കിൽ ഫോം 35. ഇതൊക്കെയാണ് നിങ്ങൾ കമ്പ്യൂട്ടറിൻ്റെ ഉള്ളിൽ കയറി ഇരുന്നിട്ട്, ദാറ്റ് മീൻസ് കമ്പ്യൂട്ടർ തുറന്നു വെച്ച് നോക്കി റിട്ടേൺ എങ്ങനെയൊക്കെയാണ് ഫയൽ ചെയ്യേണ്ടതെന്ന് നോക്കുക കേട്ടോ. ടൈപ്സ് ഓഫ് ഫയലിംഗ്. There are 3 ways to file income tax return electronically. 3 തരത്തിലാണ് കമ്പ്യൂട്ടർ വഴി അല്ലെങ്കിൽ ഇലക്ട്രോണിക്കലായിട്ട് എന്താണ് പറയുന്നത് ഇലക്ട്രോണിക്കലി ടാക്സ് റിട്ടേൺസ് ഫയൽ ചെയ്യാം. ഓപ്ഷൻ 1 ഫയൽ വിത്തൗട്ട് DSC
digital signature certificate. In this case, an ITR5 form is generated. അങ്ങനെയാണെങ്കിൽ ITR5 form generate ചെയ്യണം. The form should be printed ആയിരിക്കണം, signed and submitted to CPC. പിന്നെ ബാംഗ്ലൂർ യൂസിങ് ഓർഡിനറി പോസ്റ്റ് ഓർ സ്പീഡ് പോസ്റ്റ് ഓൺലി വിത്തിൻ 120 days. ഇതൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. 120 ദിവസത്തിനുള്ളിൽ അവിടെ എത്തണം. ഫ്രം ദ ഡേറ്റ് ഓഫ് ഈ ഫയലിംഗ്. ദർ ഈസ് നോ ഫർദർ ആക്ഷൻ നീഡഡ്. പിന്നീട് ആക്ഷൻ ഒന്നും വേണ്ട. ഇഫ് ITR5 ഫോം ഈസ് സബ്മിറ്റഡ്, ITR5 ഫോമിലാണ് നമ്മളിതൊക്കെ സബ്മിറ്റ് ചെയ്യേണ്ടത്, റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത്. ഇനി ഓപ്ഷൻ 2 ആണ് ഈ ഫയലിംഗ് ദ ഇൻകം ടാക്സ് റിട്ടേൺ ത്രൂ ഓൺ ഈ റിട്ടേൺ ഇന്റർമീഡിയറി വിത്ത് ഓർ വിത്തൗട്ട് ഡിജിറ്റൽ സിഗ്നേച്ചർ സർട്ടിഫിക്കറ്റ്. ഓപ്ഷൻ 3 യൂസ് DSC ഉപയോഗിക്കാം, EVC അല്ലെങ്കിൽ ഇ ഫയൽ ഉപയോഗിക്കാം. ദർ ഈസ് നോ ഫർദർ ആക്ഷൻ നീഡഡ്. പിന്നീടുള്ള ആക്ഷൻ ഒന്നും വേണ്ടി വരില്ല. ഈ ഫയൽഡ് വിത്ത് DSC, EVC types of e-verification of returns. There are 3 options to electronically verify the income tax returns. Income tax returns ഒക്കെ വെരിഫൈ ചെയ്യാം. ഓപ്ഷൻ 1 e-verification using e-filing, OTP. നമ്മൾ ടാക്സ് റിട്ടേൺ ഒക്കെ ഫയൽ ചെയ്യുമ്പോൾ നമുക്കൊരു OTP നമ്പർ വരും. അത് വെച്ചിട്ടാണ് ഇതൊക്കെ ചെയ്യേണ്ടത് കേട്ടോ. പിന്നെ എങ്ങനെയാണെങ്കിൽ അവൈലബിൾ ഓൺലി വെയർ ടോട്ടൽ ഇൻകം ഈസ് ലെസ് ദാൻ 5 lakh and 0 റീഫണ്ട്. 5 ലക്ഷത്തിനേക്കാൾ കുറവാണ് നമുക്ക് ഇൻകം എങ്കിൽ റീഫണ്ട് ഒന്നും കിട്ടില്ല കേട്ടോ. പിന്നെ ഓപ്ഷൻ 2 e-verification യൂസിങ് നെറ്റ് ബാങ്കിങ് ലോഗിൻ. പിന്നെ ഓപ്ഷൻ 3 e-verification യൂസിങ് ആധാർ, OTP വാലിഡേഷൻസ്. ഓക്കെ. ഹൗ ടു e-file ടു അപ്ലോഡ് ഇൻകം ടാക്സ് റിട്ടേൺസ്. ഹൗ ടു e-file നിങ്ങൾ ടു അപ്ലോഡ് ചെയ്യാം ഇൻകം ടാക്സ് റിട്ടേൺ. സ്റ്റെപ്പ് 1, ഓൺ ഹോം പേജ് ഗോ ടു ഡൗൺലോഡിൽ പോവുക. സെക്ഷൻ ആൻഡ് സെലക്ട് ആപ്ലിക്കബിൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫോം ഓഫ് ദി റെലവൻറ്റ് അസസ്മെൻറ്റ് ഇയർ. അതായത് അസസ്മെൻറ്റ് ഇയറിലേക്ക് കയറിയിട്ട് ഇയർ ഓർ ലോഗിൻ ടു e-filing ആപ്ലിക്കേഷൻ ലോഗിൻ ചെയ്യാം. ഗോ ടു ഡൗൺലോഡ്സ് ഇൻകം ടാക്സ് റിട്ടേൺ ഫോംസ്. ഇൻകം ടാക്സ് റിട്ടേൺ ഫോം ഒക്കെ ഡൗൺലോഡ് ചെയ്തിട്ട് ആൻഡ് സെലക്ട് ആപ്ലിക്കബിൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫോം ഓഫ് ദി റെലവൻറ്റ് അസസ്മെൻറ്റ് ഇയർ. റെലവൻറ്റ് അസസ്മെൻറ്റ് ഇയർ എന്ത് ചെയ്യാൻ പറയുന്നത് ഇൻകം ടാക്സ് റിട്ടേൺസ് അത് ഡൗൺലോഡ് ചെയ്തെടുക്കുക ഫോം. ഇനി സ്റ്റെപ്പ് 2 ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ റെലവൻറ്റ് അസസ്മെൻറ്റ് ഇയർ ആണ് കേട്ടോ. ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടാമത്തെ സ്റ്റെപ്പ് ഡൗൺലോഡ് ദ എക്സൽ യൂട്ടിലിറ്റി ഓഫ് ദ ഇൻകം ടാക്സ് റിട്ടേൺ. സ്റ്റെപ്പ് 3 ഫയൽ ദ എക്സൽ യൂട്ടിലിറ്റി ആൻഡ് വാലിഡേറ്റ്. യു ക്യാൻ pre-fill the personal and income tax information in your income tax return to pre-fill login to e-filing application. ഇനി go to download pre-filed XML to the desired path destinations in your. ഇതൊക്കെ കമ്പ്യൂട്ടറിൻ്റെ ഉള്ളിൽ കയറി ഒന്ന് ചെയ്യേണ്ട കാര്യങ്ങളാണ് കേട്ടോ. കമ്പ്യൂട്ടറിൻ്റെ ഉള്ളിലല്ല, കമ്പ്യൂട്ടറിൻ്റെ പുറത്ത്, അല്ലെങ്കിൽ ദാറ്റ് മീൻസ് സൈഡിലൊക്കെ ഇരുന്നിട്ട്. ഡെസ്ക്ടോപ്പ് സിസ്റ്റം ഓപ്പൺ ദ എക്സൽ യൂട്ടിലിറ്റി. നിങ്ങൾ ആ മൗസൊക്കെ പിടിച്ച് ഓരോന്നൊക്കെ ചെയ്യില്ലേ, അത് തന്നെ പരിപാടികൾ. ഓപ്പൺ എക്സൽ യൂട്ടിലിറ്റി ITR ആൻഡ് ക്ലിക്ക് ദ pre-fill button. This will require you to select the path destination where you have saved the XML and click OK. The details will be uploaded into your utility if needed. ഇനി നാലാമത്തെ സ്റ്റെപ്പ് ചെയ്യേണ്ടത് ജനറേറ്റ് ആൻ XML ഫയൽ ആൻഡ് സേവ് ഇൻ ഡിസൈഡ് പാത്ത്. അതിനൊക്കെ സേവ് ചെയ്ത് വെക്കുകയാണെങ്കിൽ അത് ഓടിപ്പോവും. പിന്നെ ഡെസ്റ്റിനേഷൻസ് ഇൻ യുവർ ഡെസ്ക്ടോപ്പ് സിസ്റ്റം. XML extensible markup language is XML extensible markup language is used to describe data. The XML standard is a flexible way to create information formats and electronically share structured data, namely the public internet as well as corporate network. Namely means via VIA corporate network. ഇനി അടുത്ത അഞ്ചാമത്തെ സ്റ്റെപ്പ് ചെയ്യേണ്ടത് ലോഗിൻ.
ടു ഇ ഫയലിംഗ് ആപ്ലിക്കേഷൻ ആൻഡ് ഗോ ടു ഇ ഫയൽ അപ്ലോഡ് റിട്ടേൺ. ആറാമത്തെ സ്റ്റെപ്പ് സെലക്ട് ദ ഇൻകം ടാക്സ് റിട്ടേൺ ഫോം ആൻഡ് ദ അസസ്മെന്റ് ഇയർ. സ്റ്റെപ്പ് 7 browse and select the XML file. Step 8 upload digital signature certificate, e-file available and applicable. Step 9 click submit. Step 10 on successful upload, the return can be verified electronically. Step 11 for e-verification options provided, taxpayer can choose any one of the options provided to e-verify the return. Okay, ഇത്രയും കാര്യങ്ങൾ ഇന്ന് പഠിച്ചു വയ്ക്കുക. കുറേ സ്റ്റെപ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ പഠിച്ചിട്ട് ഇങ്ങനെയാണ് കമ്പ്യൂട്ടർ ചെയ്യേണ്ടത്. ഇപ്പം ഞാൻ തിയറി ആയിട്ട് പറഞ്ഞപ്പോഴാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഓരോ സ്റ്റെപ്പൊക്കെ ഇങ്ങനെ കൺഫ്യൂഷൻ ആവണേട്ട്. ഇത് നമ്മൾ കമ്പ്യൂട്ടറിൻ്റെ എനിക്കല്ലാട്ടെ, എനിക്ക് കമ്പ്യൂട്ടറിൽ അത്ര അധികം ഒന്നും ചെയ്യാനറിയില്ല. നിങ്ങളതിൻ്റെ മുന്നിൽ ഒരു 4-5 ക്ലിക്കൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇതൊക്കെ വളരെ പെട്ടെന്ന് ചെയ്ത് കിട്ടും കേട്ടോ. പക്ഷെ ഇതിലിങ്ങനെ തെറ്റൊന്നും വരാൻ പാടില്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ കൃത്യമായിട്ട് നോക്കി കണ്ടുപിടിച്ചൊക്കെ ചെയ്യണം കേട്ടോ. ഇനി ബാക്കി അടുത്ത ക്ലാസ്സിൽ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ 11 സ്റ്റെപ്പ് ഇട്ടുണ്ട്. ആ സ്റ്റെപ്പുകളൊക്കെ പഠിച്ചോളൂ. അതിൻ്റെ കണ്ടിന്യൂവേഷൻ നാളെ പറയാം കേട്ടോ.